നിലനിർത്തിയിരുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ അനുമതി കൊടുത്തിരിക്കുക 20 വർഷം പുറകിലാണ് CPM എന്ന വിമർശനമാണ് പലപ്പോഴും. അത് കാലോചിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഭൂമി പരന്നതാ, ഉരുണ്ടതല്ലേ അല്ലേ? ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. ശാസ്ത്രം വളർന്നു, ചിന്ത വളർന്നു, കണ്ടുപിടുത്തം കൂടി, അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് പണ്ട് പരന്നതാണ്, പരന്നെടുക്കെ തന്നെ നിൽക്കണോ? ഇന്ന് ഉരുണ്ട് കിടക്കുന്ന, ഇന്ന് അണ്ഡാകൃതിയിലാണ് ഭൂമി. അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ്. ഇനിയും ശാസ്ത്രം വളരും, ഇനിയും അറിവ് വർദ്ധിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകും, പുതിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. നിങ്ങളൊരു 25 വർഷം മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം. നിങ്ങൾ ഈ കലക്ട്രേറ്റ് നോക്ക്, 25 വർഷം മുമ്പുള്ള കലക്ട്രേറ്റാണ്. നിങ്ങളിവിടെ മുഴുവൻ നോക്കി, എവിടെയെങ്കിലും ഇന്ന് ഓല കെട്ടിയ പുരയുണ്ടോ? പുല്ലുമേഞ്ഞ പുരയുണ്ടോ? ഒരു 25 വർഷത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റമില്ലേ? ആ മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗത്തും മാറ്റം വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരികയാണ്. ഇന്ന് കേരളം ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി. ഇന്ന് കേരളത്തിൽ മുഴുവൻ കുട്ടികളും പഠിക്കുകയല്ലേ? സമ്പൂർണ്ണ സാക്ഷരതയല്ലേ? ഇത് പഠിക്കാത്തൊരു കുട്ടിയുണ്ടോ? ഇങ്ങനെ കേരളം വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയെടുക്കാൻ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല. എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിൻ്റെ അറിവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് അറിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ ഏതാണോ ഗുണകരം, ആ ഗുണകരമായ വശം സ്വീകരിക്കണം. പണ്ട് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇന്നതും അങ്ങനെ തന്നെ ജീവിക്കണം എന്നാണോ? അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്. ഇന്ന് ചെയ്യുന്നതും ശരിയായിട്ടുള്ള നിലപാടാണ്. അറിവില്ലാത്തത് കൊണ്ടാണോ ഈ TP ശ്രീനിവാസനെ അന്ന് ആക്രമിക്കുന്നതൊക്കെ? അന്നത്തെ പ്രശ്നം അതാണ്. ശ്രീനിവാസനെ ആക്രമിച്ചതിനൊന്നും ആരും ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. തെറ്റായിട്ടുള്ള നിലപാടാണത്. അന്നും അതിനെ എതിർത്തിട്ടുണ്ട്, ആ നിലപാടിനെ അപലപിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയും സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട്, പണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു നമ്മുടെ ഹൈസ്കൂൾ വരെ. ഞാൻ യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ പോയതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇന്ന് 1ാം ക്ലാസ്സിൽ LKG കുട്ടി ഇംഗ്ലീഷല്ലേ പഠിക്കുന്നു. പിന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു ഇവിടുത്തെ കുട്ടികൾ. എന്താണെന്നറിയോ? അത് ബ്രിട്ടീഷ് ഭാഷയാണ്, സാമ്രാജ്യ വിരുദ്ധ മനോഭാവം. അതിനോടുള്ള പ്രതികാരമായിട്ട് മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ജനസാമാന്യ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു നാടായിരുന്നു അത്. പഴയ മലബാർ കലാപത്തിൻ്റെയൊക്കെ ആ വികാരത്തിൻ്റെ മേലെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇന്ന് മാറി എല്ലാവരും വിദ്യാസമ്പന്നരാണ്, എല്ലാവരും പഠിക്കുന്നു. ഇന്ന് 4-5 ഭാഷകൾ പഠിക്കുകയാണ്. ഇംഗ്ലീഷ് മാത്രമല്ല, അറബ്, ഉറുദു, ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ സാധ്യത, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വരികയാണ്, ആ ഭാഷ പഠിക്കുകയാണ്. അത് കാലോചിതമായി പഠിക്കും, വളരും, വികസിക്കും. വിദ്യാഭ്യാസത്തെയും ആ തരത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിരീക്ഷണം ഇല്ലാത്തത് കൊണ്ട് പണ്ടിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു ഷർട്ടും മുണ്ടൊക്കെ ഇടൽ. മാറുന്നു വരുന്നില്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് ശരി. ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് അടിസ്ഥാനം ഉണ്ടാകും. ആ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ നിലപാടെടുത്തു. ഇന്ന് അതല്ല എടുക്കേണ്ടത്. ഇന്ന് എടുക്കേണ്ട നിലപാട് ഇതാണ്. ഇനി ഇത് എല്ലാ കാലത്തേക്കുള്ള നിലപാടാണെന്ന് ധരിച്ചേക്കണ്ട. ഇനിയും കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ചക്കനുസരിച്ച് എല്ലാ രംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ, ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്താൻ, വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ, സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിരോധമാണ്. ഈ നാട് നന്നാകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള കാര്യം പറയണം. റോഡ് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ MLA-മാരുടെ മണ്ഡലത്തിൽ റോഡ് വേണോ? എവിടുന്നാ പണം? അതവരാദ്യം ആലോചിക്കണം. ഇവിടെ BOT വ്യവസ്ഥയിൽ വർക്ക് നടക്കുന്നില്ലേ? ജോയിൻറ്റ് വെഞ്ചർ വ്യവസായങ്ങളും കച്ചവടങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇവിടെ ഒരാളുടെ കൈവശം ധാരാളം പണമുണ്ട്. ആ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരതിൻ്റെ ലാഭം പ്രതീക്ഷിക്കും. ഇവിടെ ഈ തരത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കൈവശം പണമില്ല,
നാട് വികസിക്കണം. നാട് വികസിക്കാൻ ആവശ്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകും. അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. ആ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ വികസനം നടക്കും. കിഫ്ബിയിലൂടെ റോഡ് വരും. കിഫ്ബിയിൽ പണം ശേഖരിക്കും. കിഫ്ബി വന്നതുകൊണ്ട് എത്രമാത്രം റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും കൂടി ഉണ്ടായി. ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും നിങ്ങൾ നോക്കിയ പഴയ സ്കൂളാണ് ഈ വന്നത് ഈ കിഫ്ബി പണം കൊണ്ടല്ലേ. അതിനൊന്നും ഇതിൻ്റെ മേലെ ടാക്സ് പിരിച്ചിട്ടില്ലല്ലോ. റോഡിൽ പ്രധാനമായിട്ടും പിരിക്കുന്ന വഴി നടന്നു പോകുന്നവരെടുക്കും സൈക്കിളുകാരെടുക്കുന്നൊന്നുമല്ല, അതിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അവർക്ക് തന്നെ എന്താ ഗുണമാണ്. ഇപ്പം നമ്മുടെ ആലുവ പാലക്കാട് ബൈപ്പാസ് ഉണ്ടല്ലോ, ആ ബൈപ്പാസിൽ ടോൾ ഏർപ്പെടുത്തിയിരുന്ന അവസരത്തിൽ ചിലർ എതിർത്തു. അത് കേന്ദ്ര ഗവൺമെൻറ് ടെൻഡർ കൊടുത്ത് ഓരോ റീച്ചായിട്ട് ചില കമ്പനികൾ ഏറ്റെടുത്തു, അവർ നടത്തി ആ റോഡ് ഇപ്പോഴും എത്ര വൃത്തിയിലാണ് സൂക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ റോഡിപ്പോൾ ഉണ്ടാവും? ആ തരത്തിൽ ഇന്ന് റോഡ് നിലനിൽക്കുമായിരുന്നു. നിങ്ങൾ രാജ്യത്തിൻ്റെ ലോകത്തിലാകെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റവും വളർച്ചയ്ക്കും അനുസരിച്ച് നമ്മുടെ കേരളവും വളരണ്ടേ? കേരളത്തിൽ വളരാൻ മാത്രം ഇവിടെ എണ്ണഖനിയൊന്നുമില്ല. നമുക്കിവിടെയുള്ള പരിമിതമായ സമ്പത്തേ ഉള്ളൂ. എന്നാൽ നമുക്ക് വികസിക്കണം, വളരണം. ആ വളരാൻ നമുക്ക് കടം മേടിക്കേണ്ടത് കടം മേടിക്കണം. കടം മേടിച്ച് കടം തിരിച്ചു കൊടുക്കണം. കടം വാങ്ങുന്ന പണം കൊണ്ട് വികസനത്തിന് ഉപയോഗിക്കും. ഇതിനെയൊന്നും അനുവദിക്കാതിരിക്കുക, എല്ലാറ്റിനെയും എതിർക്കുക, കിഫ്ബിയിലൂടെ വികസനം നടക്കുമ്പോൾ അതിനെയും എതിർക്കുക. എല്ലാ വികസനത്തെയും എതിർക്കുന്നത് നല്ലൊരു ചിന്തയല്ല. അത്തരം നിലപാട് സ്വീകരിക്കുന്നവർ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള കിഫ്ബിയുടെ ഫണ്ട് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുള്ളത്. ഇനിയും നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വാഹനങ്ങൾ പോകുന്നു. ആ വാഹനങ്ങൾ പോകുന്നവർക്ക് ഈ ഡീസൽ പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് തന്നെ എത്ര കുറഞ്ഞു വരുന്നുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണെങ്കിൽ എത്രമാത്രം വിഷമങ്ങളാണ്. ഇന്ന് അതൊക്കെ പോയില്ലേ. അപ്പോൾ ആളുകൾക്ക് സൗകര്യം വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് അവർ ചെറിയ ഫീ കൊടുക്കുന്നു. അത് ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനല്ലേ, ഒരു ഗവൺമെൻറ്റിലേക്കല്ലേ. അത് വികസനത്തിന് വേണ്ടിയിട്ടല്ലേ, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ അതിന് എല്ലാവരും യഥാർത്ഥത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്, അതിന് സഹായം കൊടുക്കേണ്ടതാണ്. ഇത്തരം പദ്ധതികൾക്ക് അനുകൂലമായി ചിന്തിക്കണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നശീകരണ വാസനയോടുകൂടി അവർക്കിതൊന്നും സഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ വി ഡി സതീശൻ അസഹിഷ്ണുതയാണ്. എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. ഈ അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കാൻ സാധിക്കില്ല. കേരളം വളരും, വികസിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതെല്ലാം നിർവഹിക്കും. അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. നാഷണൽ ഹൈവേ പിരിക്കുമല്ലോ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് നാഷണൽ ഹൈവേ. ആ ഹൈവേക്ക് ഭൂമി നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുന്നു. മറ്റ് കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ ടെൻഡർ ഒഴിച്ച് കൊടുക്കുകയാണ്, നേരിട്ടല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് 12 ലക്ഷം കോടി രൂപ കടമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആര് ഇവിടെ കിഫ്ബി റോഡുകളിൽ ഫണ്ട് പിരിക്കുന്നതിൽ തെറ്റില്ലാന്ന് നിങ്ങൾ പറയുന്നു. കേന്ദ്രം ഈ ദേശീയപാതകളിൽ പിരിക്കുന്നതിൽ തെറ്റുണ്ടോ? കേന്ദ്ര ഗവൺമെന്റല്ലേ പിരിക്കുന്നത്, അവരല്ലേ ടെൻഡർ കൊടുക്കുന്നത്. അത് നമ്മളെല്ലാം അംഗീകരിച്ചില്ലേ ഇപ്പോൾ. പിന്നെ അതിൽ തെറ്റ് ശരി ഇപ്പം നോക്കിയിട്ട് എന്താ കാര്യം? നടപ്പിൽ വന്നു കഴിഞ്ഞില്ലേ. ഒരു തരത്തിലും മുന്നണിയെ ബാധിക്കില്ല. അതൊക്കെ തൽക്കാലം ഉള്ളത് മാത്രമാണ്, പെട്ടെന്ന് പരിഹരിക്കപ്പെടും.